ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരു ആഴ്ചയുടെ 1-ാം ദിവസം കർത്താവിനെ സഭയായിട്ട് ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് അവസരമൊരുക്കിയല്ലോ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ആത്മനിറവോടെ കർത്താവിനെ ആരാധിക്കുവാൻ സാധിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. പലപ്പോഴും റുട്ടീനായിട്ട് നാം ചെയ്തു പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നാം മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. എണ്ണത്തിൽ കുറവാണെങ്കിലും കർത്താവ് നൽകുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ നാളുകളിൽ ഞാൻ വ്യക്തിപരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം യെഹെസ്കേലിൻ്റെ പ്രവാചകന്റെ പുസ്തകമാണ്. എസെക്കിയേലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ഏകദേശം 24-25 അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആ അധ്യായങ്ങൾ, പ്രത്യേകിച്ചും യെഹെസ്കേലിൻ്റെ ഈ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരു പ്രത്യേക പദം വളരെ ആവർത്തിച്ച് ഉപയോഗപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പലപ്പോഴും ഈ ഭാഗങ്ങൾ രാവിലെ വായിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ഇത്രയും ന്യായവിധികൾ, ഇത്രയും ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിനെയാണോ ഞാനും ആരാധിക്കുന്നത്? ഇത്രയും ഈ ദൈവത്തിൻ്റെ തൻ്റെ ജനത്തോട് കർത്താവ് ഇടപെടുന്ന ഭയങ്കരമായ രീതികൾ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം അത് വായിച്ചു പോകുമ്പോൾ ഈ ഒരു പ്രത്യേക കാര്യത്തിലാണ് അത് അവസാനിക്കുന്നത്. പല അധ്യായങ്ങളും അത് നിങ്ങൾ ഏത് അധ്യായം എടുത്ത് നോക്കിയാലും അതിൻ്റെ അവസാന വാക്യങ്ങൾ നോക്കിയാൽ മതി. This particular phrase is repeated every now and then. അത് ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മളൊക്കെയും വായിക്കാൻ തുടങ്ങിയാൽ, എസെക്കിയേലിൽ തന്നെ ഏകദേശം 60-65 തവണ, തർജ്ജിമകൾ ട്രാൻസ്ലേഷൻസിൽ വ്യത്യാസങ്ങളുണ്ട്, അത്ര തവണ അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ് ദീസ് മെനി ടൈംസ്, 60-65 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി അതിൻ്റെ കുറച്ച് വാക്യങ്ങൾ നമുക്ക് എടുത്ത് തന്നെ വായിക്കാം. ഞാൻ പറയാം, ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാം. അനേക വാക്യങ്ങളുണ്ട്, ഏത് വായിക്കണം എന്നുള്ളത് ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 6-ാം അധ്യായം 7-ാം വാക്യം. 6-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ നടുവിൽ വീഴും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ പറയും. 6-ാം അധ്യായം 10-ാം വാക്യം. 6-ാം അധ്യായം 13-ാം വാക്യം. അവരുടെ നിന്ദന്മാർ അവരുടെ നെരിവീടങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണിടുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. 14-ാം വാക്യം. ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തിലുള്ള മരുഭൂമിയിലും അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. 7-ാം അധ്യായം 4-ാം വാക്യം. എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെ ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് നടത്തി വെളിപ്പെട്ടു വരും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. 7-ാം അധ്യായം 9-ാം വാക്യം. എന്റെ കണ്ണ് ആദരിക്കാതെ ഞാൻ കരുണ കാണിക്കാതെ നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടയിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ചിന്തിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. ദൈവനാമത്തിന് മഹത്വം. ഞാൻ പറഞ്ഞല്ലോ, അനേക വാക്യങ്ങൾ. ഇത് താഴോട്ട് പോയ 11-ാം അധ്യായത്തിൽ, 12-ാം അധ്യായത്തിൽ, 13-ാം അധ്യായത്തിൽ, 14-ാം അധ്യായത്തിൽ, 15-ാം അധ്യായത്തിൽ, 16-ാം അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ, 20-ാം അധ്യായത്തിൽ, അങ്ങനെ തുടങ്ങി ഞാനിപ്പോൾ ഇരിക്കുന്ന 24-25-ാം അധ്യായം. ഇനി താഴോട്ടും അത്
തുടർന്ന് തന്നെ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നാം വായിച്ചത്, that they will know that I am the Lord. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. That they shall know that I am the Lord. ഈ ഒരു ആശയം മാത്രമാണ് ഇന്ന് അല്പസമയം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മനസ്സിൽ തന്നത് ഈ ഒരു ആശയം മാത്രമാണ്. ഇതിൽ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണിത്? ഞാൻ യഹോവ എന്ന് അവർ അറിയും. അപ്പോൾ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച്, കർത്താവിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്ന, ഇങ്ങനെ പറയട്ടെ, ഗോഡ്സ് അൾട്ടിമേറ്റ് ഡിസയർ വിത്ത് റിഗാർഡ് ടു മാൻകൈൻഡ്, മനുഷ്യ ജാതിയോടുള്ള അനുബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അത്യന്തികമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബേസ് ലൈൻ, ആധാരമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ആയിരിക്കും. ഞാൻ യഹോവ എന്ന് മനുഷ്യൻ അറിയണം. This mankind should know that I am the Lord. ഞാൻ യഹോവ എന്ന് മറ്റാരുമല്ല, ഞാൻ തന്നെ യഹോവ എന്ന് ഈ മനുഷ്യൻ അറിയണം. എന്നാൽ ആ അറിവിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ഡിസയർ അതാണെങ്കിൽ അത് എളുപ്പമല്ലേ? സർവശക്തനായിട്ടുള്ള ദൈവം, സർവവ്യാപിയായിട്ടുള്ള, സകലത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, നാം ഇന്ന് ആരാധനയിലും ചില വാക്യങ്ങൾ വായിച്ചു. വിശുദ്ധനായിരിക്കുന്ന ദൈവം, സൃഷ്ടികർത്താവായിട്ടുള്ള ദൈവം, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നിവർത്തിക്കുവാൻ ദൈവം ഒന്ന് ചിന്തിച്ചാൽ മതി, അല്ലെ ഒന്ന് കൽപ്പിച്ചാൽ മതി. എല്ലാവരും ആ രീതിയിൽ ആ അറിവിലേക്ക് എത്തുവാനും ആ രീതിയിൽ തന്നെ ജീവിതങ്ങൾ മുമ്പോട്ട് നീക്കുവാനും തീർച്ചയായിട്ടും കഴിയും. എന്നാൽ അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ദാറ്റ് ഈസ് നോട്ട് ദി ഡിസയർ ഓഫ് ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ യഹോവ എന്ന് അവർ അറിയണം. ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഈ സംഭവങ്ങളിലൂടെ, അനേക വ്യത്യസ്തമായ സംഭവങ്ങളാണ് നാം ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത്. സാഹചര്യങ്ങളാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക വിഷയം ഇതാണ്. എസെക്കിയേൽ മാത്രമല്ല, മറ്റ് പുസ്തകങ്ങൾ എടുത്ത് നാം നോക്കുമ്പോൾ ദൈവം യഹോവ ആണ്, അല്ലെങ്കിൽ ഞാൻ യഹോവയായ ദൈവമാണെന്ന് ജനം അറിയണം. എന്നാൽ അത് അവരുടെ സ്വമനസാലെ അവർ അറിയണം. ഇറ്റ് ഷുഡ് ബി ഇൻ ആൻഡ് ത്രൂ ദെയർ ഫ്രീ വിൽ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയും അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് നൽകുന്നുണ്ട്. ഈ ഒരു പ്രത്യേക വാക്കുകൾ നാം ഈ വാക്യങ്ങളിൽ വായിച്ചല്ലോ. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അതറിയുവാൻ വേണ്ടിയാണ് കർത്താവ് ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് അനുബന്ധിച്ച്, അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളോട് അനുബന്ധിച്ച്, ഈ ലോകത്തോടനുബന്ധിച്ച് കർത്താവ് ഇടപെടുന്നത് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സ്വയമായി മനസ്സിലാക്കണം. ദൈവം ഒരു റോബോട്ടിനെ പോലെ നമ്മളെ ആ രീതിയിൽ ഫോഴ്സ്ഫുള്ളി, ബലമായിട്ട് ഞാൻ യഹോവ എന്ന് മനസ്സിലാക്കി തരികയല്ല. ദൈവം പറയുന്നു, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ അത് ഉൾക്കൊള്ളണം. എൻ്റെ ഔന്നിത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവം ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഹോവ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾ ഹൃദയത്തിൽ ഇത് പറയുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യണം. That I am the Lord. Know that I am the Lord. ഈ നോളജ് നിങ്ങൾ സ്വയമേ കൈവരിക്കണം. ആ സമയം വരെ കർത്താവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതാണ് നാം ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അനേകം തവണ ഈ വാചകം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ഇടപാടുകൾ, കർത്താവിന്റെ പ്രവർത്തനം നാം കാണുന്നത്. നാം SBS പത്തനംതിട്ട സെന്ററിന്റെ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് വരികയാണ്. അതിന്റെ പ്രാരംഭ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം കുടുംബസംഗമത്തിൽ തോംസൺ അങ്കിൾ സംസാരിച്ചപ്പോൾ ഈ യഹോവയെ കുറിച്ച് 127 സങ്കീർത്തനത്തിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ യഹോവയെ കുറിച്ച്, ലോർഡിനെ കുറിച്ച് ഒരു അർത്ഥം പറഞ്ഞിരുന്നു. അതിന്റെ മൂല അർത്ഥം ഈസ് ടു ബി, ആയിരിക്കുക എന്നുള്ളതാണ്. ടു ബി,
അപ്പോൾ അദ്ദേഹം പറഞ്ഞു യഹോവ ഹി വാസ്, ഹി ഈസ് ആൻഡ് ഹി വിൽ ബി. അപ്പോൾ താൻ ആയിരിക്കുന്നത്, ഞാൻ ആയിരിക്കുന്നവൻ, ഞാനാകുന്നു എന്ന് പറയുമ്പോൾ, ഐ ആം വാട്ട് ഐ ആം എന്ന് പറയുമ്പോൾ, ദൈവം യഹോവയെ കുറിച്ച് പറയുന്നത് ആ ഒരു തിരിച്ചറിവാണ്. എല്ലാ കാലഘട്ടത്തിലും, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും നമ്മുടെ ഭാവിയിലും കർത്താവ് യഹോവയ്ക്ക് മാറ്റമില്ലാത്ത വിശ്വസ്തനായിട്ടുള്ള ഒരു യഹോവയാണെന്നാണ് നാം ദേവദാസനിലൂടെ കേട്ടത്. അത് നമ്മുടെ മനസ്സിൽ വെച്ചതുകൊണ്ട് തന്നെ നാം ദൈവത്തിന്റെ ഈ ആഗ്രഹത്തെ ഒന്ന് ചിന്തിക്കുക. അൾട്ടിമേറ്റ് ഡിസയർ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഇതാണ്: നാം സ്വമനസാലെ ഹൃദയംഗമായിട്ട് ഈ കാര്യം തിരിച്ചറിയണം, പരിജ്ഞാനം ഉണ്ടാവണം, ഈ ഒരു അറിവുണ്ടാവണം. ദാറ്റ് ഐ ആം ദ ലോർഡ്, ഞാൻ യഹോവയാണെന്ന് നിങ്ങൾ അറിയണം. ഓരോ ജനവും, ദൈവത്തിന്റെ ജനം എന്ന് വിളിക്കപ്പെടുന്ന മക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ, അവര് അറിയണം. നാം സൃഷ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, സൃഷ്ടികർത്താവായ ദൈവം നാം ചിന്തിച്ചാൽ അവിടെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ദൈവം എന്താണ് ആഗ്രഹിച്ചത്? 1-ാം അധ്യായം 26-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം എന്ന് വായിച്ചേ. അവിടെ കർത്താവ് നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. 26-ാം വാക്യം. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. ദൈവനാമത്തിന് മഹത്വം. അനന്തരം ദൈവം, അവര് ത്രിയേക ദൈവം അവരുടെ കാഴ്ചപ്പാടിൽ നാം ഒന്നിച്ച് അവര് തീരുമാനിച്ചെടുത്ത ഒരു വിഷയം ഇതാണ്: നമ്മുടെ സ്വരൂപത്തിൽ എന്ത് ചെയ്യണം? മനുഷ്യനെ സൃഷ്ടിക്കണം. ലെറ്റ് us make man in our own image. ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കണം. എന്താണ് അതിന്റെ കാരണം? ദൈവം അനേക സൃഷ്ടികൾ സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടെ പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ, നമ്മെപ്പോലെ തന്നെ in our own likeness, image മനുഷ്യനെ സൃഷ്ടിക്കാം. എന്താണ് അതിന്റെ ഒരു കാരണം? തീർച്ചയായിട്ടും അതിന്റെ ഒരു കാരണം ഇതായിരിക്കണം: ദൈവത്തെ അറിയുവാൻ അത് സഹായകരമായിരിക്കും. ദൈവം എങ്ങനെ ചിന്തിക്കുന്ന ദൈവമാണ്, ദൈവത്തിന്റെ വികാരങ്ങൾ എന്തൊക്കെയാണ്, ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, സ്നേഹം എന്താണ്, ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ അതേ രൂപത്തിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടണം. എന്നാലേ ആ സൃഷ്ടി കഴിഞ്ഞിട്ട് മനുഷ്യന് സ്വമനസാലെ ഇത് ഉൾക്കൊള്ളുവാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം ആ സൃഷ്ടിയിൽ തന്നെ നമ്മെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, രൂപത്തിൽ കർത്താവ് സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ is for us to have the capacity to know him. അവനെ അറിയുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു ബലം, യോഗ്യത നമുക്ക് വേണമെങ്കിൽ അവന്റെ രൂപത്തിൽ നാമും സ്വയമായിരിക്കണം. കാരണം ഞാൻ എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ വീക്ഷിക്കുന്നത്? കാരണം ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ആയിരിക്കും. ഹൗ ക്യാൻ ഐ റിലേറ്റ് ടു ഹിം? അവനുമായിട്ട് എങ്ങനെ എനിക്ക് എന്നെ തന്നെ തുലനം ചെയ്ത് കർത്താവിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും? ഇന്ന് നാം കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം, മനുഷ്യൻ മനസ്സിലാക്കുന്നതെല്ലാം അതിന്റെ പരിമിതിയിൽ നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ചാണ്. നാം സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, കരുണയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നാം ദൈവത്തിന്റെ ആ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഒരു അളവ് വരെ ആ രൂപത്തിൽ, ആ സ്വഭാവത്തിൽ നമുക്കും കർത്താവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൈവത്തെ ആ ഒരു അളവിൽ നമുക്ക് മനസ്സിലാക്കുവാനെങ്കിലും കഴിയുന്നത്. ഞാൻ പറയാൻ വന്നതിന്റെ ഉദ്ദേശ്യം, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, പാപത്തിന് മുൻപ് തന്നെ കർത്താവിന്റെ ആഗ്രഹം ഇതാണ്: ഇൻ മൈ ഓൺ ഇമേജ്, ഇൻ മൈ ഓൺ ലൈക്നെസ് എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയുവാൻ ഈ ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യന് കഴിയണം. ദുഃഖകരമായ എന്ന് പറയട്ടെ, താഴോട്ടുള്ള അധ്യായത്തിൽ നാം ആ ഒരു പർപ്പസിൽ നിന്ന് വീണുപോയി. നാം ദൈവത്തെ അറിയുവാൻ ആദാമിനും ഹവ്വയ്ക്കും സമയം കണ്ടെത്തുവാൻ സാധിച്ചില്ല. വളരെ വേഗം അവര് തെറ്റിലേക്ക് വീണുപോയി. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ തുടക്കത്തിലും ആഗ്രഹം
അത് തന്നെയായിരുന്നു മുമ്പോട്ട് പോകുമ്പോഴും അത് തന്നെയാകാം. ഫ്രീ വിൽ, നമ്മൾ സ്വയം മനസ്സാലെ സ്വ ഇച്ഛയാൽ ദൈവത്തെ മനസ്സിലാക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നീട് നാം മുമ്പോട്ട് വന്നു. പാപത്തിൽ വീണ മനുഷ്യൻ അനേക പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് 7-ാം അധ്യായം 5-ാം വാക്യം. നാം ഈ വേദപുസ്തകത്തിന്റെ ചില വാക്യങ്ങൾ എടുത്തു വായിക്കുന്നതായിരിക്കും. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം എന്ന് വായിച്ചേ. പുറപ്പാട് 7:5. അങ്ങനെ ഞാൻ എന്റെ കൈ ഇസ്രായേലിനെ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയെന്ന് മിസ്രൈമ്യർ അറിയും. ഞാൻ യഹോവയെന്ന് മിസ്രൈമ്യർ അറിയും. ഈജിപ്ഷ്യൻസ് ഷാൽ നോ ദാറ്റ് ഐ ആം ദ ലോർഡ്. എങ്ങനെയാണ് തന്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി വിടുതൽ, റിഡംഷൻ ആക്ട് ഫാറോയും ആ മിസ്രൈം ദേശത്ത് നിന്ന് അവരെ വിടുവിക്കുമ്പോൾ, അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് ഈ ദേശക്കാർ അറിയും. ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം പാപത്തിന് മുൻപ് തന്നെ അവന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം, എന്റെ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും പുറപ്പാടിലേക്ക് വരുമ്പോൾ ഈ ജനത്തെ രക്ഷിക്കുമ്പോൾ ചുറ്റുമുള്ള ജനം, മിസ്രൈം ജനം അറിയണം ഞാൻ എന്താണ് യഹോവ എന്ന് അവർ അറിയണം. ആ യഹോവയുടെ ശക്തി അവർ അറിയണം. ഇത് യഹോവയുടെ ജനമാണെന്ന് അവർ അറിയണം. അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് യഹോവയാണെന്ന് അവർ അറിയണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ നിമിഷങ്ങളിലും ഓരോ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, അത് രോഗങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, പരീക്ഷണങ്ങളായിക്കോട്ടെ, അതിജീവനങ്ങളായിക്കോട്ടെ, അതിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാത്തിന്റെയും ഒടുവിൽ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഇതാണ്, ഞാൻ യഹോവ എന്ന് അറിയണം, ജനം അറിയണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ താളുകളിൽ, ഓരോ പേജസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ, നാം ഓരോ സ്ഥലങ്ങളിൽ, ഓരോ ഇടങ്ങളിൽ, ഓരോ സമയങ്ങളിൽ, ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനത്തിന്റെ ആകത്തുക ഇതാണ്, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ ചുറ്റുമുള്ളവർ അറിയണം. ദൈവം അത് അറിയിക്കും. പ്രത്യേകിച്ചും ദൈവജനത്തോടനുബന്ധിച്ച്, ഇസ്രായേൽ ജനത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുമ്പോൾ മിസ്രജനം അറിഞ്ഞു ഞാൻ യഹോവയെന്ന്. ഇന്ന് നാം ആയിരിക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ സാഹചര്യം വളരെ പ്രതികൂലത്തിലാണ് ഇന്ന് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂലങ്ങളിലൂടെയാണ് ദൈവജനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം അറിയുന്ന വസ്തുതകളാണ്. പല കാര്യങ്ങൾ നമുക്ക് മുൻപിൽ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ പത്തനംതിട്ടയിൽ അത്ര അടുത്ത് നാം അത് അനുഭവിക്കുന്നില്ലായിരിക്കാം. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്, ഞാൻ യഹോവയെന്ന് അവർ അറിയണം. അപ്പോൾ അത് ആ അറിവിന് എന്തെങ്കിലും കോട്ടം വരുവാൻ പാടില്ല. നാം അതിനൊരു ബ്ലോക്ക് ആവുവാൻ പാടില്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ഒരു തടസ്സം നാം വരുത്തുവാൻ പാടില്ല. ആ കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുക. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ബലവും ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവാചകൻ 24-ാം അധ്യായം 7-ാം വാക്യം. ജെറമായ ചാപ്റ്റർ 24 and verse 7. അവിടെ ഈ അറിവിനെ കുറിച്ച് മറ്റൊരു വിഷയം നാം വായിക്കുന്നു. മറ്റൊരു തലത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ദൈവനാമത്തിന് മഹത്വം. നാം പുറപ്പാട് പുസ്തകത്തിൽ കണ്ടു, തന്റെ ജനത്തെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവം. അതിലൂടെ മറ്റ് മിശ്രജനം അറിയുന്നു ഞാൻ യഹോവ എന്ന്. ഇവിടെ പറയുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ഐ വിൽ ഗിവ് ദെം എ ഹാർട്ട് ടു നോ മീ. തന്റെ ജനത്തെ കുറിച്ച് പറയുകയാണ്, അവർക്ക് എന്നെ അറിയുവാൻ തക്കവണ്ണം ഞാനൊരു ഹൃദയം കൊടുക്കും. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? God desires that he should be known by me. ഞാൻ ദൈവത്തെ അറിയണമെന്ന് അതിയായ ആഗ്രഹം കർത്താവിനുണ്ട്. എന്നാൽ കർത്താവ് അത് ബലാത്കാരമായിട്ട്, ബലം ഉപയോഗിച്ച് നേടുവാൻ ആഗ്രഹിക്കുന്നില്ല. പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നു.
വീണ്ടെടുപ്പ് നമുക്ക് നൽകുന്നു. പുറപ്പാട് പുസ്തകത്തിൽ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും അനേക വിടുതൽ നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നു. ദൈവം യഹോവ തന്നെ, ഞാൻ യഹോവ എന്ന് ജനം അറിയുവാൻ ഇടയായി തീർന്നു. ഇവിടെ പറയുന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. I will give them a heart to know me. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവ എന്ന് അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ അവർക്ക് കൊടുക്കും. നമുക്കറിയാം, നമ്മൾ ജീവനുള്ളവരാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഹൃദയമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ ഫിസിക്കൽ ഹൃദയത്തെ കുറിച്ചല്ല. ഈ യഹോവ തന്നെ, അല്ലെങ്കിൽ ഞാൻ തന്നെ യഹോവ എന്ന് അറിയുവാൻ തക്കവണ്ണമുള്ള ഹൃദയം ദൈവം തന്റെ ജനത്തിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ മറ്റൊരർത്ഥം എന്താണ്? പലപ്പോഴും തന്റെ ജനത്തിന് ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമുള്ള ഹൃദയം ഇല്ല എന്നുള്ള അർത്ഥം കൂടെ അതിലുണ്ട്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ അറിയുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സർവശക്തനായിട്ടുള്ള ദൈവം ഈ വചനങ്ങൾ എഴുതുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് എത്ര ചിന്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഈ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് എത്ര ആഗ്രഹമുള്ള ദൈവമാണ്. നാം നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കാതിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്ക് തരാം. ഐ വിൽ ഗിവ് യു ദിസ് ഹാർട്ട്, യു ട്രൈ ടു നോ മീ. ഞാൻ നിങ്ങൾക്ക് ഹൃദയം തരാം. നിങ്ങളൊന്ന് ആ വാക്യത്തിൽ പറയുന്നേ, നിങ്ങൾ മടങ്ങി വന്ന് they will return to me with their whole heart. പൂർണ്ണ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മടങ്ങി വന്ന് പൂർണ്ണ ഹൃദയത്തോടുള്ള അറിവ് ഈ യഹോവയെ കുറിച്ച് നാം പ്രാപിക്കണം. പലപ്പോഴും നമുക്ക് ഇതാണ് കുറവുള്ളത്. അവിടെ ഇവിടെയുമായിട്ടുള്ള അറിവുണ്ട്. നാം കുറച്ചു കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, കുറച്ചു കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും നമ്മുടെ സൗകര്യത്തിന് അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അറിയുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഹൃദയം കർത്താവ് അതിലൂടെ നമുക്ക് നൽകുന്നു. ഇതേ പുസ്തകം യെരമ്യാ പ്രവാചകന്റെ 31-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 31-ാം അധ്യായം, അതിന്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചേ. 31-ാം അധ്യായം 34-ാം വാക്യം, 31-ന്റെ 34. എല്ലാവരും എന്നെ അറിയും. താഴോട്ടൊന്ന് വായിച്ചേ, ഒന്നുകൂടെ ആ വാക്യം മൊത്തം. ദൈവനാമത്തിന് മഹത്വം. അപ്പോ തന്റെ ജനത്തിന്റെ അകൃത്യവും പാപവും കാരണം അനേകം തവണ കർത്താവിനെ മറന്നു പോകുന്ന ജനം, കർത്താവിനെ ശരിയായ രീതിയിൽ അറിയാത്ത ജനം, അതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിന്റെ ആഗ്രഹം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അവരെന്നെ അറിയണം. കർത്താവ് ഈ വിഷയത്തിൽ, ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ വാഗ്ദത്തം, അവിടെ പുതിയ ന്യൂ കവനന്റ് അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ അറിയും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മോചിച്ച്, നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു തരും, നിങ്ങൾ എന്നെ അറിയും. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നാം ദൈവത്തെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ മക്കളായി തീർന്നത് എങ്ങനെയാണ്? നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് ക്ഷമിച്ച് വെടുപ്പാക്കി നൽകിയ ഒരു അവസ്ഥയിലാണ് ദൈവജനം ഈ പുതിയ നിയമത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നത് ഐ വിൽ ഗിവ് യു ദിസ് നോളജ്. ഇവിടെ പറയുന്നത് ഐ വിൽ ഡു ദിസ്, നോ ദ ലോർഡ് ദാറ്റ് ദേ വിൽ ഓൾ നോ മീ. എല്ലാവരും എന്നെ അറിയും, ഒരാൾ പോലും ശേഷിക്കുകയില്ല എന്നെ അറിയാതെ. ഞാൻ വീണ്ടെടുത്ത, ഞാൻ അകൃത്യം ക്ഷമിച്ച, ഞാൻ പാപം ക്ഷമിച്ച എല്ലാവരും എന്നെ അറിയും. ദൈവം കൽപ്പിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു അറിവുണ്ടോ? ഡു വി ഹാവ് ദിസ് നോളജ് അബൌട്ട് ഗോഡ്? അങ്ങനെയുള്ളൊരു അറിവില്ലെങ്കിൽ ഈ വാക്യത്തിലൂടെ നാം ചിന്തിക്കണം, നമ്മുടെ അകൃത്യങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പാപത്തിന്റെ അവസ്ഥ എന്താണ്. വളരെ ഒരു സീരിയസ് നോട്ടിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അകൃത്യങ്ങളും പാപങ്ങളും മോചിച്ച ഒരു മകൻ, ഒരു മകളാണെങ്കിൽ, ജനമാണെങ്കിൽ ദൈവത്തെ അറിയുക തന്നെ ചെയ്യും. ഞാനത് വീണ്ടും പറയട്ടെ, അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെട്ട, മോചിച്ച, വെടുപ്പായ ദൈവത്തിന്റെ ഒരു ജനമാണെങ്കിൽ, ദൈവസഭയാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ
They will know God. അവിടെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെ I will forgive their iniquity. Their sin I will remember no more. For they will all know me. അവരെല്ലാവരും എന്നെ അറിയും. അവിടെ പിന്നെ ഒരു സംശയമില്ല. നാം ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ ഹൃദയത്തിൽ പാപത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? അകൃത്യങ്ങളുടെ അവസ്ഥ എന്താണ്? നാം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പല മറകൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന് മുൻപിൽ യാതൊരു മറയുമില്ല. There is nothing hidden from his presence and his knowledge. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ അറിവ്, അതിൽ നിന്ന് യാതൊന്നും മറഞ്ഞിട്ടില്ല. അകൃത്യങ്ങളും പാപങ്ങളും മോചിച്ചവരാണെന്ന് അവകാശപ്പെടുന്നവരാണ് നാം എങ്കിൽ ദൈവത്തോടുള്ള അറിവ്, ദൈവത്തെക്കുറിച്ച് നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ അറിഞ്ഞിരിക്കണം എന്ന് ദൈവവചനം എടുത്ത് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 9 വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 and verse 9. അവിടെ നാം മറ്റൊരു കാര്യം വായിക്കുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 and verse 9. ദൈവനാമത്തിന് മഹത്വം. നാം പഴയ നിയമത്തിൽ അനേക വാക്യങ്ങൾ വായിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാം എടുത്ത് വായിച്ചില്ലെങ്കിലും 65 തവണ ഞാൻ യഹോവ എന്ന് അവർ അറിയണം എന്നുള്ളൊരു പ്രഖ്യാപനം കർത്താവ് നടത്തുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എക്സാക്ട്ലി ഈ ഫ്രേസ് നാം എങ്ങും കാണുന്നില്ല. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്നുള്ള ഈ ഫ്രേസ് നാം എങ്ങും കാണുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണമാണ് നാം ഇവിടെ വായിച്ചത്. 9 വാക്യത്തിൽ നാം വായിച്ച എന്താണ്? He who has seen me has seen the Father. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, സുവിശേഷങ്ങളിൽ തന്നെ നാം കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുകയാണ്. ദൈവത്തെ അറിയുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു മാർഗം പുതിയ നിയമത്തിൽ നാം കാണുന്നു. അതെന്താണ്? ആ മാർഗമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ആ മാർഗമില്ലായിരുന്നു. പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളൊരു മാർഗം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് ആവർത്തിച്ച് പല കാര്യങ്ങൾ പ്രവർത്തിച്ച് തന്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ ആരാണെന്ന്, യഹോവയാണെന്ന് നിങ്ങൾ അറിയണം. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ദൈവം നടത്തുന്നില്ല. ദൈവം നൽകി തന്നിരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെയാണ്. ഇവിടെ നാം വായിച്ചത് He who has seen me has seen the Father. എന്നെ കണ്ട ഏവരും പിതാവിനെ കണ്ടിട്ടുണ്ട്. പുത്രനെ കണ്ടവർ എല്ലാവരും പിതാവിനെ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു സാധാരണ കാഴ്ചയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മിയർലി സീയിങ് ഹിം വിത്ത് ദി ഫിസിക്കൽ ഐസ്. നമ്മുടെ ശാരീരിക കണ്ണുകൾ കൊണ്ട് നാം കാണുന്ന ഒരു ദർശനത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പുത്രനെ അറിഞ്ഞിട്ടുള്ളവർ, those who have known the Son who came into this world, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിയായ അർത്ഥത്തിൽ അറിഞ്ഞിട്ടുള്ളവർ ആരെ കണ്ടിട്ടുണ്ട്? പിതാവിനെ കണ്ടിട്ടുണ്ട്. ആരെ അറിഞ്ഞിട്ടുണ്ട്? പിതാവായ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. You have seen the Father if you have seen the Son. നാം പുത്രനെ കണ്ടിട്ടുണ്ടോ? നമുക്ക് പുത്രനെ കുറിച്ചുള്ള അറിവുണ്ടോ? നാം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നാം പിതാവിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിതാവിനെ കുറിച്ചുള്ള അറിവുമുണ്ട്. യഹോവ ആരാണെന്ന് അറിയാൻ പഴയ നിയമത്തിൽ അനേകം തവണ, ഏകദേശം 120-130 തവണ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യെസെക്കിയേൽ പ്രവാചകനെ തന്നെ 60 തവണ വായിക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ അത് ആ രീതിയിൽ രേഖപ്പെടുത്താത്തതിന്റെ ഏക കാരണം ഇതാണ്. തന്റെ പുത്രനിലൂടെ ആ അറിവ് കർത്താവ് പകരുവാൻ നമ്മെക്കുറിച്ച് നമ്മോട് ആഗ്രഹിച്ചു. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യം. For God so loved the world. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വായിക്കുന്ന ഒരു വിഷയം. അവിടെ നാം വായിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ് 3:16. അതൊന്ന് എടുത്തു വായിക്കാം.
ദൈവനാമത്തിന് മഹത്വം. ദൈവം അവനെ നൽകി, യാതൊരു സംശയവുമില്ല. എന്നാൽ നാം വായിക്കുന്നത് he gave his only begotten son that whoever believes, അവനിൽ വിശ്വസിക്കുന്നവൻ മാത്രം. എന്താണ് വിശ്വസിക്കുന്നത്? ഈ പുത്രനെ പിതാവായ ദൈവം അയച്ചതാണെന്ന് വിശ്വസിക്കണം. ഈ പുത്രനെ കാണുമ്പോൾ, പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ പുത്രനെ അനുഭവിക്കണം. പുത്രനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ സ്വ ഇച്ഛയും കൂടെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്, ഫോഴ്സ്ഫുള്ളി അല്ല. പിതാവ് പുത്രനെ അയച്ചു തന്നു പിതാവിനെ കുറിച്ചുള്ള അറിവ് വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ കുറിച്ച് അറിയുവാൻ, യഹോവയെ അറിയുവാൻ. എന്നാൽ നിങ്ങൾ സ്വയമേ അത് വിശ്വസിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു അറിവ് നമുക്കുണ്ടോ? ഓരോ ദിവസവും ഈ പുത്രനിലൂടെ ഈ പിതാവിനെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ജനം, ഗോഡ് റിഡീംഡ് us, ആൻഡ് അതിലൂടെയും കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ യഹോവ എന്ന് ഈ ജനം, ലോകം അറിയണം. കർത്താവ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നു, അതിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ യഹോവ എന്ന് അറിയണം. നമുക്ക് പരിചയമുള്ള മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 46 അതിന്റെ 10-ാം വാക്യം. അവിടെ വളരെ പരിചയമുള്ള വാക്യമാണ്. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവിടെയും ദൈവത്തെ അറിയണം എന്ന വ്യത്യസ്ത രീതിയിലാണ് അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിണ്ടാതിരുന്ന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഇവിടെയും സങ്കീർത്തനക്കാരനിലൂടെയും കർത്താവ് സംസാരിക്കുന്നത് ഞാൻ ദൈവം എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ ഇത്തവണ നിങ്ങൾ മിണ്ടാതിരുന്ന് അറിയണം. മിണ്ടാതിരുന്ന് അറിയണം. നാം എത്ര തവണ ദൈവസന്നിധിയിൽ ഇത്തരത്തിൽ മിണ്ടാതിരുന്ന് ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് ഹാവ് വി stood still, silent, very quiet, calm and try to know God. ദൈവത്തെ മിണ്ടാതിരുന്ന് അറിയുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം അങ്ങനെയുള്ള ഹൃദയം നമുക്ക് നൽകും. നാം ഇറങ്ങിയ പ്രവാചകനിൽ വായിച്ചതുപോലെ. എന്നാൽ നാം മൗനമായിട്ട് ഇരിക്കണം. ഞാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ പറയട്ടെ, മിണ്ടാതിരിക്കുവാനാണ് ഇന്ന് നമുക്ക് സാധിക്കാത്തത്. സ്വസ്ഥമായിട്ട് ഇരിക്കുവാനാണ് ഇന്ന് നമുക്ക് സാഹചര്യങ്ങളില്ലാത്തത്. നാം ഒരു നിമിഷം ഒറ്റയ്ക്കിരിക്കുവാണെങ്കിലും എത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്തകൾ മറ്റൊന്നും ആവരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏകദേശം സയൻസ് പറയുന്നു 70,000-ഓളം ചിന്തകൾ, തോട്ട്സ് ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. നമുക്കത് എണ്ണാൻ പോലും സാധ്യമല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ആദ്യം കേട്ടതുപോലെ അത്യധികമായിട്ട്, അൾട്ടിമേറ്റ് ഡിസയർ, എന്നെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിട്ട്. എന്നെക്കുറിച്ച് എങ്ങനെ അറിവുണ്ടാവും? ദൈവത്തെക്കുറിച്ച് എങ്ങനെ അറിവുണ്ടാവും? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ മിണ്ടാതിരിക്കണം, മൗനമായിരിക്കണം, ശാന്തമായിരിക്കണം. ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കാതെ ശാന്തമായിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കും. എന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ യഹോവയായ ദൈവമാണെന്ന്. എന്നെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവും. ഞാൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കും ഞാൻ യഹോവയായ ദൈവമാണ്. അവർക്ക് എന്നെക്കുറിച്ചുള്ള അറിവുണ്ടാവും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. പത്രോസിന്റെ 2-ാം ലേഖനം, സെക്കൻഡ് എപ്പിസിൽ ഓഫ് പീറ്റർ, 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 18. നമ്മുടെ ആത്മീക തലത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയുള്ളതാണ്? 3-ാം അധ്യായം 18-ാം വാക്യം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും അവനെ ഇപ്പോഴും എന്നേക്കും മഹത്വം ആമേൻ. പത്രോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുന്ന 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് നാം വായിച്ചത്. ഏറ്റവും അവസാനം താൻ പറയുന്നത് യു ഹാവ് ടു ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് of our Lord and Savior Jesus Christ. പത്രോസിന്റെ ലേഖനത്തിൽ അനേക കാര്യങ്ങൾ താൻ വ്യാഖ്യാനിച്ച് പറഞ്ഞ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് വിശുദ്ധ ജനമാണെന്ന്, ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നും ദൈവം വീണ്ടെടുത്ത ജനമാണെന്നൊക്കെയും പ്രായോഗിക കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട്
ഏറ്റവും ഒടുവിൽ താൻ പറയുന്ന വിഷയം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. തൻ്റെ ഈ ലെറ്റർ, ഈ പത്രം താൻ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, യു ഹാവ് ടു ഗ്രോ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ അറിവിൽ നിങ്ങൾ വളരണം, വർധനവ് നിങ്ങൾക്കുണ്ടാവണം. അത് മാത്രമാണ് ഇവിടെ പത്രോസ് പറയുന്നത്, ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളർന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയ നിയമം നാം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും അനേക വാക്യങ്ങൾ ഇനിയും എനിക്ക് എടുത്ത് വായിക്കുവാനുണ്ട്. എന്നാൽ സമയം അനുവദിക്കുന്നില്ല. അനേക വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ദൈവത്തെ അറിയുക, യഹോവയെ അറിയുക, ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുമോ അത് നാം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നാൽ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. there is a danger, വളരെ അപകടമുണ്ട്. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ചാൽ. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 29 അധ്യായം 13 വാക്യം. ഐസയ ചാപ്റ്റർ 29 and verse 13. അവിടെ നാം വായിക്കുന്നത് ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. അതിലൂടെ നാം ഒരിക്കലും കടന്നു പോകുവാൻ പാടില്ല. യെശയ്യാ പ്രവചനം 29 അധ്യായം 13 വാക്യം. ഈ ജനം അടുത്തു വന്ന വായുകൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടല്ലോ. These people draw near with their words and honor me with their lip service, but they remove their hearts from me. അവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുന്നു. ഹൃദയം ദൂരത്തായതുകൊണ്ട് എന്നെ അവർ അറിയുന്നില്ല. ഹൃദയം ദൂരത്തായതുകൊണ്ട് എന്നെ മനസ്സിലാക്കുവാൻ, എന്റെ ഹൃദയം മനസ്സിലാക്കുവാൻ ഈ ജനത്തിന് കഴിയുന്നില്ല. അവർ ചില വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ എന്നെ ആദരിക്കുവാൻ എന്ന് വണ്ണം അവർ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ അവർ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാൽ അവരെന്നെ അറിയുന്നില്ല. അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയായി തീരുന്നു. നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. കർത്താവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാതെ നാം ഈ വാക്യങ്ങളിലൂടെ, ഇനിയും അനേക വാക്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് ഭവനത്തിൽ ചെന്ന് വായിക്കാവുന്നതേ ഉള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ അനേകം തവണ കർത്താവിന്റെ ആഗ്രഹം കർത്താവ് പറയുകയാണ്. പലപ്പോഴും കർത്താവ് അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ശിക്ഷണങ്ങൾ തരും, ചില കാര്യങ്ങളൊക്കെയും കർത്താവ് പ്രവർത്തിക്കുന്നു, ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നു. ഇതിന്റെ എല്ലാം ആകത്തുക എന്താണ്? നാം കർത്താവിനെ ഹൃദയംഗമായിട്ടൊന്ന് അറിയണം. നാം കർത്താവിനെ മൗനമായിട്ടിരുന്നൊന്ന് ധ്യാനിക്കണം. കർത്താവ് ആരാണെന്ന്, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയണം. അവർ അറിയണം. ഈ ലോകം അറിയണം. ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. ഈ കാര്യം നാം ആവർത്തിച്ച് ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തിൽ, ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എന്താണ്? ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ദൈവത്തെ, യഹോവ എന്ന് ഓരോ വിശ്വാസിയും ഓരോ ദിവസവും ആ അറിവിൽ വളർന്നുകൊണ്ട് ഇരിക്കണം. അത് മാത്രമാണ് മൗനമായിട്ട് നമുക്ക് ചെയ്യുവാനുള്ളത്. കർത്താവ് അത് മാത്രമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ചിന്ത മാത്രം നിങ്ങളിലേക്ക് പകരുവാനാണ് ഇന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. അത് ഞാൻ പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അറിയുവാൻ, യഹോവ എന്ന് അറിയുവാൻ, ഞാൻ യഹോവ എന്ന് അറിയുവാൻ ഓരോ വിശ്വാസിയും തുനിഞ്ഞാൽ, ശ്രമിച്ചാൽ കർത്താവ് അങ്ങനെയുള്ള ഹൃദയം നമുക്ക് നൽകും. കർത്താവിന്റെ ഹൃദയം കർത്താവ് നൽകും. ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ചേർന്ന് ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരു പരിധി വരെ നമുക്ക് കഴിയും. അങ്ങനത്തെ ഒരു മനസ്സിലാക്കൽ, അങ്ങനത്തെ ഒരു അറിവിലേക്ക് നാം എത്തുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. യാതൊരു സംശയമില്ല. കർത്താവ് നമ്മെ മധ്യാകാശത്തിൽ വരവേൽക്കുവാൻ വരുമ്പോൾ, കർത്താവിനെ നമ്മൾ കാണുമ്പോൾ അറിവുള്ളവരായിട്ട്, പരിചയമുള്ളവരായിട്ട് നാം തീരും. അല്ലാതെ യാതൊരു പരിചയമില്ലാതെ, യാതൊരു അറിവുമില്ലാത്ത ഒരു സ്ട്രേഞ്ചറിനെ കാണുന്ന പോലെയല്ല. എല്ലാ ദിവസവും ഹൃദയംഗമായിട്ട് പരിചയമുള്ള ഒരു കർത്താവിനെ നമുക്ക് മധ്യാകാശത്തിൽ കാണുവാൻ സാധിക്കും. അതിനായിട്ട് കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക്